കുട്ടി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഹോം ടൂർ എടുത്തിരുന്നല്ലോ. അപ്പോൾ നമ്മൾ എൻ്റെ അനിയത്തിയുടെ റൂം കാണിച്ചില്ലായിരുന്നു. അമ്മ എൻ്റെ അനിയത്തിയുടെ റൂമിലാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എടുക്കാൻ കാരണം വെച്ചാൽ നമ്മളെ റൂം അത്രയും അലങ്കോലമായി ഇരിക്കുകയാണ്. അപ്പോൾ ഒരു സ്ഥലം മാത്രം അലങ്കോലമായി ഇരിക്കത്തില്ല, അതാണ് ആ ബെഡ്. നമുക്ക് ബെഡ് ഭയങ്കര ഇഷ്ടമാണ്. ഇത് കണ്ട് നമ്മൾ വലിയൊരു തലോണിയുടെ ഇതാണ് നമ്മൾ വലിയൊരു തലോണി. പിന്നെ നമ്മളെ പാവ, പിന്നെ നമ്മൾ ബെഡ്ഷീറ്റ് ആണ്. ഇനി നമ്മൾ അടുത്ത സ്ഥലം വൃത്തിയാക്കാൻ പോകണം. ഏറ്റവും ഓലായി കിടക്കുന്നത് എന്താ ഇവിടെ ഉണ്ടോ, ഇവിടെ ഒരു പരം വെച്ചിട്ടുണ്ട്. ഇവിടെയും ഇവിടെ ഡോർ തുറന്ന് കയറുന്ന സ്ഥലത്തുമാണ്. പിന്നെ നമ്മൾ അലമാരായിട്ട് അലമാരയാണ്. നമുക്ക് ഈ സൈഡ് ആദ്യം വൃത്തിയാക്കാം. ഗൈസ് നമ്മളെ ബെഡും വൃത്തിയാക്കി, ഇതാ ഇവിടെയും വൃത്തിയാക്കി ഗൈസ്. പിന്നെ നമ്മളെ വിൻഡോ, ഇവിടെയും കുറച്ച് സാധനങ്ങൾ പേപ്പർ ഇട്ടാണ് വെച്ചേക്കുന്നത് കേട്ടോ. ഇവിടെയും കുറച്ച് സാധനങ്ങൾ. പിന്നെ ഇവിടെയും ഷോള്, ഒരു ഉടുപ്പിൻ്റെ ഇതാണ് കേട്ടോ, ബെൽറ്റാണ് കേട്ടോ. പിന്നെ ബാഗും പോപ്പിറ്റ് ബാഗും, പിന്നെ എൻ്റെ സ്കൂൾ കൊണ്ടാണ് ബാഗ് കേട്ടോ. ഇപ്പം നമുക്ക് അടുത്ത എവിടെയാണ് വൃത്തിയാക്കണമെന്ന് വെച്ചാൽ ഇവിടെയാണ്. കണ്ടോ, നമ്മളിങ്ങനെ കയറി വരുന്ന സ്ഥലത്ത് തന്നെ ഇവിടെ അലങ്കോലമായി കിടപ്പുണ്ട്. തറയിൽ നോക്കി കഴിച്ച് ഞാനാണ് എല്ലാ ദിവസവും ഇവിടെ വൃത്തിയാക്കുന്നത് കേട്ടോ. വൃത്തിയാക്കും, അത് കുറച്ച് ദിവസം കഴിയുമ്പം കൊളാവും. അമ്മയും ഇവിടെ കൂടെ കൊളാക്കും, ഞാനും ഉണ്ട് കേട്ടോ അതിൻ്റെ അടുത്ത്. പിന്നെ നാളെ ഇവിടെ അത്ര തുണി ഇട്ടേക്കണം, നമുക്ക് വൃത്തിയാക്കിയിട്ട് ഇവിടെയും കൂടെ വൃത്തിയാക്കിയിട്ട് നമ്മളെ ഫുൾ കാണിക്കുന്നതായിരിക്കും. ഓക്കെ, അതെ ഗൈസ്. 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഇത്രയും തുണികളൊക്കെ മടക്കി ഈ കസേര ഇതിൽ ഒരെണ്ണം കൂടെ ഉണ്ട്. പിന്നെ ഈ തറകളൊക്കെ ഇപ്പോഴും പറഞ്ഞില്ല, അതൊക്കെ തന്നെ മാറും. അയ്യോ ചൂട്, ഈ തണുപ്പാണല്ലേ. ഇപ്പം നിങ്ങളെ നാട്ടിലൊക്കെ മഴ ഉണ്ടോ എന്ന് കമൻറ്റ് ചെയ്യുക. ഇവിടെ മഴയാണ്, രാത്രി മഴ ഉണ്ടായിരുന്നു കേട്ടോ. ചെറുതായിട്ട് ചാഞ്ഞാണ്. ഇപ്പം വേണ്ട കാറ്റ് വന്ന് ചെറുതായിട്ട് ചാഞ്ഞായിരുന്നു. പിന്നെ ഇപ്പോഴും ചെറുതായിട്ട് പൊടിയുന്നുണ്ട് കേട്ടോ. പിന്നെ ഉടനെ തന്നെ എൻ്റെ ഒരു ഗെറ്റ് റെഡി വിത്തുമി വരുന്നതായിരിക്കും കേട്ടോ. അവിടെ ഇത്തിരി തുണി മടക്കാണ്ട് ക്ഷീണത്തിനായിരിക്കും. ഒരു നാരങ്ങളും കിട്ടിയിട്ടില്ലായിരുന്നു. അങ്ങനെ ഇതാ നമ്മളിങ്ങനെ ഞാൻ ഇങ്ങനെ കാറ്റ് കൊണ്ടിരിക്കുകയാണ്. പിങ്കി ഇവിടെ ബുക്കൊക്കെ ബുക്ക് ഈ തുണിയുടെ മണ്ടയിലാണ് കേട്ടോ കൊണ്ടുപോകുന്നത്, ചേച്ചിയുടെ ബുക്ക്. അപ്പം പിന്നെന്താ അവളിങ്ങനെ ഒതുക്കുന്നുണ്ടോ ഗൈസ്? അത് കണ്ട ആ കാലായിട്ട് അത് കണ്ടോ ഗൈസ്, ആ പെട്ടിയുടെ അടിയിൽ ബുക്ക് വെച്ചേക്കുന്നത്. ബുദ്ധി ഓ ബുദ്ധി എവിടെ? ബുദ്ധിക്കാരി എവിടെ? ബുദ്ധിക്കാരി നോക്കട്ടെ, ബോഹം കാണിക്ക്. ബുദ്ധിക്കാരിയാണ് കേട്ടോ, ബുദ്ധിക്കാരി, ഭയങ്കര ബുദ്ധിക്കാരി. കസേരയുടെ അടിയിൽ ബുക്ക്, പെട്ടിയുടെ അകത്ത് ബുക്ക്. പിന്നെ നിങ്ങളെ വീട്ടിൽ ക്രിസ്മസ് ട്രീയൊക്കെ വെച്ചെങ്കിൽ പറയാ, നമ്മളെ വീട്ടിൽ വെക്കണം. എൻ്റെ ഒരു പൂജയാണ്. ഇതിലോട്ട് വൃത്തിയാക്കാൻ പോവാം. ഞാൻ മനുഷ്യ തുണിയെല്ലാം കൂടെ അപ്പുറത്ത് അലമാരിക്കകത്ത് കൊണ്ടുവയ്ക്കാൻ പോവാണ്. നമുക്ക് ഇവിടെ കസേര ഇവിടെ ഒതുക്കാറുണ്ട്. നമുക്ക് ഇത് അപ്പുറത്ത് അലമാരയെ കൊണ്ടുവയ്ക്കാം. നമുക്ക് ഗൈസ് റൂം അത്രയും വൃത്തിയാക്കി ഭയങ്കര സന്തോഷമായിട്ടോ. റൂം അത്രയും വൃത്തിയാക്കി. ഗൈസ് പിന്നെ ഒരു കാര്യം, പീ കീച്ചേരട്ടോ. ഇവളെ വീട്ടിൽ വിളിക്കുന്ന പേര് പിങ്കി എന്നാണ്. അപ്പോൾ അവളെ ബർത്ത്ഡേക്ക് അമ്മ ഒരു പി കീച്ചേൻ മേടിച്ചോട്ടോ. എനിക്ക് കുട്ടീസ് ബ്ലോഗിലെ കൊണ്ടുവച്ചു. അപ്പൊ റൂം വൃത്തിയാക്കിയത് കാണിച്ചു തരാം. അപ്പൊ അമ്മക്ക് തുറക്കാം. അയ്യോ ബെഡ്. പിന്നെ ഒരു സാധനമുണ്ട്, നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കി. ഞാൻ വരച്ച ഡ്രോയിങ് ബെഡും
ഇവിടെ നിന്ന് കസിനെ എല്ലാം പോയിട്ടുണ്ട്. ഇവിടെ അത്രയും വൃത്തിയായി ആളെല്ലാം വൃത്തിയാക്കി. അവള് കഷ്ടപ്പെടും. നമുക്ക് പോയി കാണുന്നു. പിന്നെതാ ഒരു പച്ചവെള്ളം കൊണ്ടിരിക്കും. എന്നിട്ട് ഇവിടെ ഒരു തോർത്തിട്ടുണ്ട് ഹാങ്ങറിൽ. ഇതാര് എന്ന് കമന്റ് ചെയ്യൂ. ഇത് നമ്മള് ഫാനുണ്ടോ? വലിയ വലിയ ഫാനാണ്. അത് കാണിച്ച് കേട്ടോ. അത് ഞാൻ നേരത്തെ കാണിച്ചത്. പിന്നെ നമ്മൾ കണ്ണാടി ഇവിടെ അത്രയും വൃത്തിയായിട്ട്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാം ചെയ്യണം. അപ്പം കൂടുതൽ സപ്പോർട്ടൊക്കെ വേണം ഗൈസ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ബൈ ബൈ.